ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് സൽഗുണപൂർത്തി വരുത്തുന്ന കർത്താവ് വേഗം വരുന്നു എന്നതിനെപ്പറ്റി നിങ്ങളുമായിട്ട് ദൈവവചനത്തിൻ്റെ ആധാരത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്തീയ വിശ്വാസത്തിനും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും എതിരെ ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പലരും വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നും ദൈവത്തിന് അപ്രതീക്ഷിതമല്ല. ഇതെല്ലാം സംഭവിക്കുമെന്ന് ദൈവം തൻ്റെ വിശുദ്ധ വചനത്തിൽ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരിക്കലും മാറ്റമില്ല. മനുഷ്യർ മാറിയേക്കാം, ലോകം മാറിയേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അവസാന കാലത്തിൻ്റെ ലക്ഷണങ്ങൾ 2 തിമോഥെയോസ് 3:1-5 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് തിരുവചനം പറയുന്നു. ഇന്ന് ഈ വചനം നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിറവേറുന്നത് നാം കാണുന്നു. സ്നേഹത്തിന് പകരം സ്വാർത്ഥത വർദ്ധിക്കുന്നു. വിശുദ്ധിക്ക് പകരം പാപം സാധാരണമായി തീരുന്നു. ദൈവഭക്തിക്ക് പകരം ലോകസ്നേഹം അത്യാധികം വർദ്ധിച്ചു വരുന്നു. അന്ത്യകാലത്ത് ചിലർ വിശ്വാസം വിട്ടുമാറുമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. 1 തിമോഥെയോസ് 4:1 പറയുന്നു: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറയും. ഇന്ന് പലരും സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നുപോകുന്നു. ദൈവവചനത്തേക്കാൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ്. അതിനാൽ വിശ്വാസികൾ കൂടുതൽ ജാഗ്രതയോട് ജീവിക്കണം. രണ്ടാമതായി, ദൈവവചനം ദുർലഭമാകുന്ന കാലം വരും എന്ന് മുൻപ് തന്നെ പ്രവചിച്ചിരിക്കുന്നതായിട്ട് കാണാം. ആമോസ് 8:11-12 വാക്യങ്ങളിൽ പ്രകാരം നാം വായിക്കുന്നു: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് ഉള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്ന് ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടില്ല എന്നും പറയുന്നു. ഇത് വെറും ബൈബിൾ ലഭിക്കാത്ത അവസ്ഥയല്ല. വചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറ ഉയർന്നു വരുമെന്നാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇന്ന് അനേകം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന മനുഷ്യൻ ദൈവവചനത്തിന് സമയം കണ്ടെത്തുന്നില്ല. എന്നാൽ വചനം ഇല്ലാതെ ആത്മീയ ജീവിതം നിലനിൽക്കുകയില്ല. വചനം ഇല്ലാതെ ആത്മീയ ജീവിതം നിലനിൽക്കുകയില്ല. ഈ അവസ്ഥ ഇന്ന് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ദൈവവചനത്തിൽ താല്പര്യമില്ലാതെ ലോകത്തിൻ്റെ വഷളത്വത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു തലമുറയെ കാണുവാൻ സാധിക്കും. ദൈവവചനം പലർക്കും ഒരു പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നു. ഈ അവസ്ഥ ആമോസ് പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം മുൻകണ്ടറിയിച്ചിരിക്കുന്നു. ഈ വചനം കേട്ട് മനമാറ്റമുണ്ടാകുവാൻ. ദാനിയേൽ പ്രവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ദാനിയേൽ 12:9-10 വാക്യങ്ങൾ: ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടുമിരിക്കും. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടർ പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. വരാൻ പോകുന്ന ന്യായവിധിയുടെ കാഠിന്യത്തെ വെളിവാക്കുന്നതാണ് ഈ തിരുവചനം. വെളിപ്പാട് പുസ്തകം
22:11 പറയുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. മൂന്നാമതായി, ദൈവത്തിൻ്റെ ഹിതം തീർച്ചയായും നിറവേറും. മനുഷ്യർ എതിർത്താലും സാത്താൻ പ്രവർത്തിച്ചാലും സഭയ്ക്കെതിരെ ആക്രമണം ഉണ്ടായാലും ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടുകയില്ല. കാരണം സർവശക്തനായ ദൈവം കൽപ്പിച്ചത് നിവർത്തിക്കും. തിരുവചനം പറയുന്നു, എൻ്റെ ആലോചന നിലനിൽക്കും, എൻ്റെ ഇഷ്ടമൊക്കെയും ഞാൻ നിവർത്തിക്കുമെന്ന്. യെശയ്യാ പ്രവചനം 46:9-10 വാക്യങ്ങളിൽ വായിക്കുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയും. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. ലോകം എങ്ങനെയായാലും ദൈവം തൻ്റെ സഭയെ കാത്ത് സൂക്ഷിക്കും. നാലാമതായി, കർത്താവിൻ്റെ രണ്ടാം വരവ് വളരെ സമീപമാണ്. വെളിപ്പാട് പുസ്തകം 22:12 പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഈ വചനം വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രത്യാശ തന്നെയാണ്. യേശുക്രിസ്തു വീണ്ടും വരും. അത് ചിലർ വിചാരിക്കുന്നത് പോലെ ഒരു കഥയോ ഉപമയോ അല്ല, ദൈവത്തിൻ്റെ ഉറപ്പായ വാഗ്ദത്തമാണ്. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്ഥിരതയോടെ നാം ജീവിക്കണം. അഞ്ചാമതായിട്ട്, ഇന്നത്തെ കഷ്ടം താൽക്കാലികമാണെന്ന് റോമാലേഖനം 8:17 പറയുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ക്ഷണികവും ലഘുവുമായ നമ്മുടെ കഷ്ടം നമുക്കായി അനന്തമായ മഹത്വം ഉളവാക്കുന്നു എന്ന് ഓർക്കുക. 2 കൊരിന്ത്യർ 4:17 പറയുന്നു, നുടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. വിശ്വാസികളെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണീരും പരീക്ഷണങ്ങളും പീഡനങ്ങളും ശാശ്വതമല്ല. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു. സമയമാകുമ്പോൾ ദൈവം തൻ്റെ മക്കളെ ചേർത്തുകൊള്ളും, സംശയമില്ല. ആറാമതായി, സന്തോഷത്തോടെ കാത്തിരിക്കുന്ന വിശ്വാസികളെപ്പറ്റി ഫിലിപ്പിയർ ലേഖനം 3:20 പറയും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യാശ ഭൂമിയിലല്ല, നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിലാണ്. നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് ലോകത്തിലെ കഷ്ടങ്ങൾ നമ്മെ നിരാശപ്പെടുത്തരുത്. നാം കാത്തിരിക്കുന്നത് രാജാതിരാജാവിൻ്റെ വരവിനെയാണ്. പ്രിയ വിശ്വാസികളെ, ലോകം കൂടുതൽ ഇരുളിലേക്ക് പോകുന്നു. ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നു. വിശ്വാസത്യാഗം വർദ്ധിക്കുന്നു. ദൈവവചനം അവഗണിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നും ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. തിരുവചനം പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ രാജാവും കർത്താവുമായ യേശുക്രിസ്തു വേഗം വരുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു വരുമ്പോൾ തൻ്റെ വിശ്വസ്തരായ മക്കളെ ചേർത്തുകൊള്ളും. നമ്മുടെ കണ്ണുനീർ തുടച്ചു കളയും. കഷ്ടങ്ങൾ അവസാനിപ്പിക്കും. നിത്യമായ മഹത്വത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിശുദ്ധിയിൽ നടക്കുക, ദൈവവചനത്തിൽ സ്ഥിരതയോടെ ജീവിക്കുക, സുവിശേഷം ധൈര്യത്തോടെ അറിയിക്കുക. അവസാനമായി എബ്രായലേഖനം 10:37 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഇനിയും വളരെ അല്പസമയം മാത്രം വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഈ തിരുവചനം നാം ഓരോരുത്തരെയും മുൻകണ്ട് അറിയിക്കുന്നതാണ്. നാം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നമ്മുടെ ജീവിതം നന്മയോടെ നയിക്കുകയും വേണമെന്നുള്ളത്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഓരോ വ്യക്തികളും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവഹിതാനുസരണം ജീവിപ്പാനായിട്ട് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.